മഞ്ജുചേച്ചി, ഇപ്പൊ നമ്മൾ ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ഇങ്ങനെ പ്രൈമായിട്ട് നിൽക്കുന്ന ഒരു ഇമോഷനാണല്ലോ ഈ ചിരി എന്ന് പറയുന്നത്. ആക്ടിങ് വർക്ക്ഷോപ്പ് ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടു. ചില ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച, ചേച്ചി ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയും ഇമോഷണലി അവരായിട്ടൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ടോ വർക്ക്ഷോപ്പിന് വരുന്ന ആളുകളായിട്ട്? അത് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ എല്ലാവരുടെടുത്തും മാക്സിമം ഈ പറഞ്ഞ പോലെ നമുക്കും ഇമോഷണലി നമ്മൾ ആവുന്ന പല സിറ്റുവേഷൻസും ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് പോലും ഞാൻ പലപ്പോഴും വളരെ പ്ലീസിങ് ആയിട്ട് പെരുമാറിയിട്ടുള്ളൂ. കാരണം സിനിമയിലല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. എൻ്റെ ഇമേജിന് വേണ്ടി മാത്രമല്ല, കാരണം എന്നെ വളർത്തിയിരിക്കുന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. എല്ലാവരുമായിട്ട് വളരെ മിങ്കിൾ ചെയ്തിട്ട്, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരിലും മാക്സിമം നമ്മൾ കാരണം ബാക്കിയുള്ളവർ വിഷമിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻലി എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ചിരി മെമ്പർഷിപ്പിൻ്റെ ഫ്ലോർ ആയിരിക്കും. കാരണം അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്നെ കാണുകയും കെട്ടിപ്പിടിച്ച് കരയുകയും സ്നേഹിക്കുകയും, ഞാനും തിരിച്ചതുപോലെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു അവർക്കുണ്ടാകുന്നൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് ഇത്രയും ജനങ്ങൾ കാണുമ്പോൾ അവർക്കും എൻ്റെ അടുത്തൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുവരുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ അവിടെ ഉള്ളത്. പിന്നെ അവരുമായിട്ടുള്ള ഒരു രസം, പിള്ളേരങ്ങ് മിങ്കിളാവും. ഞാൻ ഫാമിലി ആയിട്ട് തന്നെയാണ് അവിടെ, ഒരു ക്ലാസ് അങ്ങനെയൊന്നുമില്ല, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് എൻ്റെ ആക്ടിങ് വർക്ക്ഷോപ്പിൽ. പലർക്കും എനിക്കതൊരു ഹീലിംഗ് പ്രോസസ് കൂടിയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും. ഞാൻ കാർത്തിക് സൂര്യയുടെ ഒക്കെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഇനിയും വരണം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ഹീലിംഗ് പ്രോസസ് ആണ്. 3 ദിവസം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാതെ വരുന്നു, ഒരു ഫാമിലി ആയിട്ട് തിരിച്ചു പോകുന്നു, ഇമോഷൻ കണക്റ്റ് ആവുന്നു. അതെ, ഞാൻ അവരിലൊരാളായിട്ടാണ് നിന്നിട്ടുള്ളത്. ഈ വരുന്നവരെല്ലാം സിനിമ സ്വപ്നം കണ്ട് വരുന്ന ആളുകൾ മാത്രമാണോ? എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ആക്ടിങ്ങിനോട് താല്പര്യമുള്ള എല്ലാവർക്കും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. പക്ഷെ ഡിപ്പെൻസ് നമ്മളുടെ സമയം അല്ലേ ചേട്ടാ? ടൈം ഒരു പ്രധാന ഘടകമാണ്. അതെ, ഈ ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഒരു ചിരി ഇരുചിരിയുടെ ഫ്ലോറ് ചേച്ചിയുടെ ഈ ഒരു ഇമോഷൻസിൻ്റെ കാര്യത്തിലൊക്കെ അതൊരു ഭാഗമായിട്ടുണ്ടെന്ന്. ഞാൻ ചേച്ചീനെ ഏറ്റവും കൂടുതൽ ആ ഒരു ഫ്ലോറിൽ ഇമോഷണലി വീക്കായിട്ട് കണ്ടൊരു സീൻ മറ്റേ 2 ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ഒരു ഔട്ട് ബേസ്റ്റ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറെ നെഗറ്റീവ് കമന്റ്സ് അതിനകത്തുണ്ടായിരുന്നു, പോസിറ്റീവ് കമന്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതില് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, ഇനി നമുക്ക് എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു എന്ന് പറയുന്ന സാധനം. പക്ഷെ അതുപോലെ അവരുടെ അത്രയും മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം അവരുടെ മൈനസുകൾ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈനസുകൾ കണക്കാക്കാതെ അവർ പെർഫോം ചെയ്ത് കണ്ടപ്പോൾ എനിക്കുണ്ടായൊരു, ഓൾറെഡി ഞാൻ ഇമോഷണൽ ആയിരുന്നു. ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് അവരുടെ അടുത്ത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ആ സെക്കൻഡിൽ എനിക്ക് പെട്ടെന്ന് റിയലൈസ് കത്തി ഇതാണെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ബ്ലാങ്കായി, ഞാൻ ചുറ്റും നോക്കി, പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരിതായി. പേടിച്ചു പോയോ? എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നിപ്പോയി. പേടിയല്ല അവിടെ വരുന്നത്, അവിടെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറ്റബോധമായിപ്പോയി. അവരും അങ്ങ് ബ്ലാങ്ക്, അവർക്ക് മനസ്സിലായില്ല. എൻ്റെ അടുത്ത് നിന്ന് സാബുവിനും നസർക്കൊക്കെയാണ് മനസ്സിലായത്. അപ്പൊ സാബുവിനും മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പൊ സാബു പെട്ടെന്ന് അല്ല ചേച്ചി ഉദ്ദേശിച്ചത് ഇതാണ്, അങ്ങനെയാണ്, കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് സോറി പറഞ്ഞു. മനസ്സിലായി. ചേച്ചി കരഞ്ഞു? ഞാൻ കരഞ്ഞു, പെട്ടെന്ന് കരഞ്ഞു. കാരണം ഞാൻ എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുകയും ഞാൻ എപ്പോഴും പ്രൗഡാവുന്നതും ഞാൻ വളരെ അനുഗ്രഹമുള്ളൊരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയതുണ്ട്. എൻ്റെ മോൾ എന്തായി, അല്ലെങ്കിൽ എൻ്റെ മോള് വലിയ മറ്റായോ, അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ആരോഗ്യമുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ബേബി എനിക്ക് കിട്ടിയതാണ്. എനിക്ക് ദൈവത്തിനോട് ഏറ്റവും എനിക്ക് കടപ്പാട് എന്താന്ന് വെച്ചാൽ, അങ്ങനെയുള്ള മക്കളുടെ അമ്മമാർ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ. അപ്പൊ അവൾ അനുഭവിക്കുന്നത് ഞാൻ ലോകത്തിലെ ഏറ്റവും എന്താ പറയുക, മദേഴ്സ് ഡേക്കൊക്കെ എനിക്ക് അവളെ എനിക്ക് പൂജിക്കാൻ. അവരുടെ ലൈഫേ ഈ കുട്ടികളല്ലേ. എന്നാൽ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മക്കള് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം അമ്മമാർക്ക്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ എപ്പോഴും ഞാൻ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ്
നമ്മുടെ ഒരു ലൈഫിനെ തന്നെ കമ്പയർ ചെയ്യുന്നത്. ചേച്ചി ഇപ്പോഴും ഇമോഷണൽ ആവുന്നു. ഞാൻ ഇമോഷണൽ പിള്ളേരുടെ കാര്യം പറയുമ്പം എനിക്ക് മെയിൻലി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മോള് എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേർപാട് ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെല്ലാ അമ്മമാരും അങ്ങനെയാണ്. മനസ്സിലായി. മക്കൾക്ക് അതുപോലെ തന്നെയായിരുന്നു. നമ്മളുടെ മിലിറ്ററിയിലുള്ള ഒരു ഗ്യാങ് വന്നിട്ട് മിലിറ്ററിയിൽ മരിച്ചുപോയ വെച്ചാൽ ഇന്ത്യക്ക് നമ്മുടെ നാടിന് വേണ്ടി ജീവൻ കളഞ്ഞ കുറേ ആൾക്കാരുടെ പാരൻസ് വന്നിരുന്നു. അന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒന്ന് ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ചേട്ടാ അച്ഛനും അമ്മയും വന്നിട്ട് ആ അമ്മയൊക്കെ ബ്ലാങ്കാണ് ചേട്ടാ. അമ്മയൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിന്നിട്ട് നിർജീവമായിട്ട് നിൽക്കാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു അമ്മയൊക്കെ. ചിന്തിക്കാൻ പറ്റില്ല. അല്ല ചേട്ടാ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ കൂടെ ചാകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അവിടെ ഒന്നും പറയാനില്ല. അല്ല, അത് എപ്പോഴും നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ആർമി എന്നുള്ളതാണ്. അവരുടെ മക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇപ്പോഴൊക്കെ നഷ്ടപ്പെട്ട് ഭർത്താവ് മരിക്കുന്നത് ഭയങ്കര അൺസൈക്കബിളാണ്. ചേട്ടാ, എപ്പോഴും നമ്മൾ അമ്മമാർ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർ ഒരുപാട് ഉറക്ക കരയുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അച്ഛന്മാരങ്ങനെ ഉറക്ക കരയുന്നതോ അത് കാണാറില്ല. അവർ ഉള്ളിൽ ഇങ്ങനെ ഉള്ളടക്കുകൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക. അതെ, അത് തിരിച്ചു തന്നെ ഇപ്പം പേരൻസും മാതാപിതാക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അവരുടെ കാര്യങ്ങളും നമുക്ക് ആ സിമ്പതി എപ്പോഴും ഒരു കരുണ അവരോട് വേണമല്ലോ, ഉണ്ടാവുമല്ലോ. അമ്മമാരാണ് കൂടുതൽ ഇങ്ങനെ അച്ഛന്മാരെല്ലാം കണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളിൽ അടക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കരയുന്ന അച്ഛന്മാരും ഉണ്ട്, എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ജനറലി. പക്ഷേ സ്ത്രീകൾ അമ്മമാരാണ് കൂടുതലും കരയാറ്. ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ഒരു ഡ്രഗ്സിൻ്റെ ഒരു കാലമാണെന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഈ യുഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതി. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ കേസുകൾ വീടുകളിൽ നിന്ന് ഭയങ്കര നല്ല പിള്ളേരായിട്ട് പറഞ്ഞാൽ വളരെ കുഴപ്പത്തിലേക്ക് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് പല സ്ഥല ചെറുപ്പക്കാരൊക്കെ നമുക്കിപ്പോൾ വെളിയിൽ ഒരുപാട് ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. ഇവരൊക്കെ പലതും നമ്മൾ ഇന്നത്തെ സ്വഭാവ ചോക്കണം ഇവരൊക്കെ നമ്മൾ സംശയിക്കണം. പക്ഷെ എല്ലാവരും ആവണമെന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം അടിനാശം വെള്ളപ്പൊക്കത്തേക്ക് പറയുകയാണെങ്കിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഇന്നത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ചെറുപ്പക്കാർ ഒരുപാട് സ്വഭാവങ്ങൾ. പക്ഷെ അതെല്ലാവരും നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. എല്ലാം മെസ്സേജുണ്ട്, നല്ല മെസ്സേജാണ്, അങ്ങനെയൊക്കെയുണ്ട്. അതെ. ഇപ്പൊ നമ്മൾ ഈ ആക്ടിങ് വർക്ക്ഷോപ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. നമുക്ക് അശോകൻ ചേട്ടൻ ഇപ്പൊ ഇത്ര വർഷമായിട്ട് മലയാള സിനിമയിലുള്ള ആളാണ്. ഏറ്റവും നമുക്ക് ഏത് ഇമോഷനാണ് നമുക്ക് ഏറ്റവും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഏതൊരു ആർട്ടിസ്റ്റിനെ നോക്കിയാലും? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെ വെച്ച് എനിക്ക് എല്ലാം പ്രയാസമാണ്. അല്ല, എന്തറിയാം, അത് ഓരോ നമ്മുടെ ചില ഡയലോഗ് പറയുമ്പോഴോ അല്ലെങ്കിൽ അപ്പം പിന്നെ നമ്മുടെ ഒരു മൂഡിനകത്തൊരു വലിയ കാര്യമാണ്. നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെയാണ് ചിലപ്പം കുറച്ച് നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാൻ തോന്നും. ഫുൾ ഒരു സ്പിരിറ്റ് കിട്ടും. ഏതിലാണ് ഈസിയൊന്നും ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാത്തിലും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് വളരെ ഈസിയാണെന്ന് ആരെങ്കിലും ഒരാൾ അങ്ങനെ പറയുമോ? പറഞ്ഞാലോട്ട് അത് കറക്റ്റ് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.